കൂട്ടുകാരെ, നമ്മളിന്ന് എഗ് ഫ്രൂട്ട് ബ്രിഞ്ചൽ മസാല കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റുള്ള കറിയാണ്. ചിക്കൻ കറിയേക്കാൾ ഒക്കെ ടേസ്റ്റ് കൂടിയ കറിയാണ്. നമുക്ക് ആദ്യം തന്നെ ഈ എഗ് ഫ്രൂട്ടിനെ മുറിച്ച് വെള്ളത്തിലിടാം. ഇതിൻ്റെ കറ കളയാം. ഇതേപോലെ വലിയ കഷ്ണമായിട്ട് മുറിച്ചിടണം. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നടുവേ ആദ്യം മുറിച്ച് നോക്കണം. പുഴുവുണ്ടെങ്കിൽ അത് ആ ഭാഗം ഒന്ന് മുറിച്ച് കളയണം. നമുക്കിതൊരു 10 മിനിറ്റ് വെള്ളത്തിലിടാം. സാധാരണ ചെറിയ വഴുതനങ്ങയുടെ അത്രയും കറ ഇതിനില്ല. കുറച്ചുകൂടി നല്ല ടേസ്റ്റുമാണ്. ഇതിന് അമേരിക്കൻ ബ്രിഞ്ചൽ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് വറ്റൽമുളക് 2 ടേബിൾ സ്പൂൺ, കടല, നിലക്കടലയാണ് 1 ടേബിൾ സ്പൂൺ, തേങ്ങ ചിരണ്ടിയത്, ഒരു 10 അല്ലി ചെറിയ ചുവന്നുള്ളി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണം, കുറച്ച് വെളുത്തുള്ളി. ഇവയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ പുളിവെള്ളം പിഴിഞ്ഞെടുക്കണം. ഒരു പാൻ അടുപ്പേൽ വെച്ച് കൊടുക്കാം. അതിലോട്ട് എള്ളെണ്ണയാണ് ഒഴിക്കേണ്ടത്. എള്ളെണ്ണ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ എന്ത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നിലക്കടല ഇട്ട് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 കതിര് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ ചുവന്നുള്ളി ഒരു 10ഓ 20ഓ ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി കുഞ്ഞായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്യാം. ഈ എലിഫൻ്റ് ബ്രിഞ്ചലിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഇതിൽ പൊട്ടാസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. ഫൈബർ നന്നായിട്ട് അടങ്ങിയതുകൊണ്ട് നമ്മുടെ ദഹനശേഷി കൂട്ടാൻ ഇത് സഹായിക്കും. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആന്തോസയാനിൻ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നാസുനിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇരുമ്പിൻ്റെ അംശം ധാരാളമായിട്ട് അടങ്ങിയതുകൊണ്ട് നമ്മുടെ രക്തക്കുറവിനെ പരിഹരിക്കാനും വളരെ നല്ലതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് കറി വയ്ക്കാൻ ശ്രമിക്കുക. കൂടാതെ ഇതിൽ വിറ്റാമിൻ സി, കെ, B6 അങ്ങനെ ഒരുപാട് വിറ്റാമിൻസ് ഉള്ളതാണ്. നമ്മുടെ മസാല ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഈ പുളീനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്ത ശേഷം അരച്ചെടുക്കാം. ഒരു വലിയ പാൻ അടുപ്പിലിട്ട് വെക്കാം. ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 കുഞ്ഞ് സവോള അരിഞ്ഞതാണ്. അതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സവോള വേഗം വഴന്ന് വരാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുത്തത്. നമ്മുടെ വഴുതനങ്ങേനെ നമുക്ക് വെള്ളത്തിൽ നിന്ന് വാരി എടുത്ത് വെക്കാം. വഴുതനങ്ങയ്ക്ക് അധികം കറയൊന്നുമില്ല, ചെറുതായ കറയുള്ളൂ. നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ വഴുതനങ്ങയൊക്കെ വാരിയിടാം. നമുക്കിത് ചെറിയ തീയിൽ ഇത് വഴറ്റാം.
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എരിവൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു 6 വറ്റൽമുളക് വരെ ഇടാം. നമ്മളൊന്ന് വാട്ടി എടുക്കണം. ഈ കറി ശരിക്കും നോർത്ത് ഇന്ത്യക്കാരുടെ വളരെ പ്രിയപ്പെട്ട ഒരു ഡിഷാണ്. കടലയൊക്കെ അരയ്ക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതിലൊരു 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വേവിക്കാം. പച്ചവെള്ളം പകുതി വാടിയ വഴുതനങ്ങയിലോട്ട് ഒഴിച്ച് കൊടുക്കല്, പിന്നെ വഴുതനങ്ങ വേവൂല. അതുകൊണ്ടാണ് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചത്. ഇനി നമ്മുടെ അരപ്പൊക്കെ തണുത്തു. ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഈ പുളിവെള്ളത്തിൽ വേണം അരയ്ക്കാൻ. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ പുളിവെള്ളത്തിൽ തന്നെ അങ്ങ് അരച്ചെടുക്കാം. നമുക്കിതൊന്ന് വെന്തോന്ന് എടുത്ത് നോക്കാം. ഏകദേശം 3/4 വേവായി. ഇനി നമുക്ക് ഇതിലോട്ട് ഈ അരച്ച മസാല ഇട്ട് കൊടുക്കാം. നിലക്കടലയൊക്കെ എണ്ണയിൽ മൂത്ത നല്ല സ്മെല്ലാണ് വരുന്നത്. ഇതിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്നും നോക്കാം. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണ്. അസാധ്യ ടേസ്റ്റുള്ള കറിയാണ്. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഒരു കറി ഉണ്ടെങ്കിൽ ചിക്കൻ കറിയുടെ ഒന്നും ആവശ്യമില്ല. താങ്ക് യു.